KC രോഹിത് പവാറോടുള്ള കൂടിക്കാഴ്ച ഈ അജിത് പവാറിന്റെ ഒരു മരണത്തിൽ വീണ്ടും അന്വേഷണം ആവശ്യപ്പെടുകയാണ്. റിപ്പോർട്ട് വരാനിരിക്കുകയാണ്, പ്രാഥമിക റിപ്പോർട്ട്. അല്ലല്ല, അതെ അദ്ദേഹത്തിൻ്റെ ഇന്ന് പത്രസമ്മേളനം നടന്നിരുന്നു. ആ കാര്യങ്ങൾ അദ്ദേഹം സംസാരിച്ചു. ആ സംഭവമായി ബന്ധപ്പെട്ട് പിന്നെ ഇത്തിരി രാഷ്ട്രീയമായിരുന്നു. ഈ CC മീറ്റിംഗ് ഇന്നത്തെ മാറ്റി വെച്ചത് എന്തുകൊണ്ടാണ്? അത് രാഹുൽ ഗാന്ധി 25 നിങ്ങൾ തന്നെ CC വെച്ചു, നിങ്ങൾ തന്നെ CC മാറ്റി വെച്ചു. പനി പോലും കേരള രാഷ്ട്രീയത്തിൽ ചർച്ചയാണ്. മനസ്സിലായില്ലേ? ഞങ്ങളാരും അറിയില്ല CC 22-ാം തീയതി വെച്ചതായിട്ട്. അവിടെ ആരെങ്കിലുമൊക്കെ ഒരു ആഗ്രഹിച്ചിട്ടുണ്ടാവും, ആലോചിച്ചിട്ടുണ്ടാവും. പക്ഷേ CC ഒരിക്കലും തീരുമാനിച്ചില്ല. CC തീരുമാനിക്കുന്നത് നോട്ടീസ് ഒരാഴ്ച മുമ്പേ പോകണ്ടേ? നിങ്ങൾക്ക് അറിയുമായിരിക്കുമല്ലോ. അതിന് ഒരാഴ്ച മുമ്പേ പോയാലേ CC മെമ്പേഴ്സിനോട് എത്താൻ പറ്റുള്ളൂ. CCക്ക് മുമ്പ് സ്ക്രീനിങ് കമ്മിറ്റി ആദ്യം ചേരണ്ടേ? കേരളത്തിലെ സ്ക്രീനിങ് കമ്മിറ്റി ഒഫീഷ്യലായിട്ട് ഇതുവരെ ചേർന്നിട്ടില്ലല്ലോ. ആദ്യം സ്ക്രീനിങ് കമ്മിറ്റി ചേർന്ന് അവർ പിന്നെ പാനലുണ്ടാക്കിയിട്ട് അത് സിംഗിൾ നെയിമൊക്കെ ആക്കാൻ പറ്റുന്ന സിംഗിൾ നെയിം ആക്കിയിട്ടല്ലേ അവർ ഇങ്ങോട്ടേക്ക് അയക്കുന്നത്. അതയച്ചു കഴിഞ്ഞ് അത് നമ്മുടെ അടുത്ത് കിട്ടിയാൽ മാത്രമല്ല നമ്മൾ സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി ഫിക്സ് ചെയ്യുള്ളൂ. അപ്പോൾ അതൊക്കെ തെറ്റായ വാർത്തകളായിരുന്നു എന്നുള്ളത് ഞാൻ പറയും. നിങ്ങളത് കൊടുക്കൂലെന്ന് എനിക്കറിയാം. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് മുമ്പായിട്ട് സ്ഥാനാർത്ഥി പട്ടിക ഉണ്ടാവുമോ കോൺഗ്രസിന്റെ? ഞങ്ങൾ അതിലേക്കാണ് പരിശ്രമിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം തന്നെ ഇപ്പം അന്തരീക്ഷത്തിലല്ലേ. എന്നാണത് വരുന്നത് ഇപ്പം ആർക്ക് പറയാൻ പറ്റും? ഇന്ത്യയിലെ സാഹചര്യം ഇപ്പം അങ്ങനെയല്ല. എല്ലാ കാലത്തും ഇന്ത്യയിലെ സാഹചര്യം അങ്ങനെയല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധത്തിൽ സമാജ്വാദി പാർട്ടി അടക്കം വിമർശിച്ചിട്ടുണ്ട്. ഇത്തരമുള്ള പ്രതിഷേധങ്ങൾ ഒഴിവാക്കണമെന്നായിരുന്നു അവർ പറഞ്ഞത്. സ്ഥലം ശരിയായില്ല. അല്ല, അതിനൊക്കെ പിന്നെ എല്ലാ പാർട്ടികൾക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാൻ അവകാശമുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് 20 കൊല്ലം മുമ്പുള്ള കാലഘട്ടമല്ല ഇപ്പോഴത്തെ കാലഘട്ടം. അത് ഇവിടെ മാത്രമല്ല, ലോകവേദികളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. 20 കൊല്ലം മുമ്പ് എടുത്താലും കോമൺവെൽത്ത് വേദിയിലുണ്ടാകുന്നതായിട്ട് അത് ഇൻ്റർനാഷണൽ ഇവൻ്റ് അല്ലായിരുന്നോ? കോമൺവെൽത്ത് വേദി അന്ന് കാട്ടിക്കൂട്ടിയത് എന്തൊക്കെയായിരുന്നു? ആരും ഒന്നും പറഞ്ഞില്ലല്ലോ. ഈ രാജ്യത്തിനെ സറണ്ടർ ചെയ്തിരിക്കുകയാണ് അമേരിക്ക മുമ്പിൽ. നിങ്ങൾ ഏതെങ്കിലും മാധ്യമങ്ങൾ ഗൗരവമായിട്ട് എടുത്തിട്ടുണ്ടോ? അത് ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരെയും ബാധിക്കുന്ന ഏറ്റവും ഗുരുതരമായിട്ടുള്ള പ്രശ്നമല്ലേ അത്, ഇൻഡോ-US കരാർ. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ കൃഷിക്കാരൻ ടെക്സ്റ്റൈൽ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി എത്ര നെഗറ്റീവായി ബാധിക്കും. ഡാറ്റ, ഇപ്പം നമ്മൾ പറയുന്ന ഡാറ്റ തന്നെ, നമ്മുടെ ഏറ്റവും വലിയ സമ്പത്തായ ഡാറ്റ തന്നെ കംപ്ലീറ്റ് ട്രാൻസ്ഫർ ചെയ്യും. ഇപ്പോൾ ഇന്നലെ എന്താ സ്ഥിതി? അമേരിക്കൻ സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ് ട്രംപിന് അധികാരമില്ല, ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇന്ത്യയുടെ കരാറിൻ്റെ സ്ഥിതി എന്താണെന്ന് പറയാം. ഇപ്പോഴും ഇന്ത്യൻ ഗവൺമെൻറ്റിന് കഴിയുന്നില്ല. മന്ത്രി പറയുന്നത് ഞങ്ങൾ ആലോചിച്ച് പറയാം. ഇതെന്തൊരു നാണക്കേടാണ്. US പ്രസിഡന്റ് സുപ്രീം കോടതി വിധി വന്ന് കരാർ കുറച്ചിട്ട് പോലും ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത് വി ആർ സ്റ്റഡിയിങ് ഇറ്റ്. അപ്പോൾ ഇത്തരം രാജ്യത്തിൻ്റെ താല്പര്യങ്ങളെ തകർത്ത് സറണ്ടർ ചെയ്ത ഒരു കരാറിനെതിരായിട്ട് 5 യൂത്ത് കോൺഗ്രസ്സുകാർ, ചിലപ്പോൾ അവർ കർഷകരുടെ ഫാമിലിയിൽ നിന്ന് വന്ന കുട്ടികളായിരിക്കും, അവർക്കൊരു സ്പോണ്ടേനിയസ് നാച്ചുറൽ റിയാക്ഷൻ തോന്നി നടത്തി. അപക്വമാണെന്നൊക്കെ പറയാമായിരിക്കും. പക്ഷെ അവർ നടത്തിയത് എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഈ ഒരു സറണ്ടർ കരാർ ലോകത്തിൻ്റെ ശ്രദ്ധയിൽ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് ഇൻഡോ-US കരാറാണ്. അത് ഇന്ത്യ അപമാനിക്കുന്നതാണെന്ന് പറഞ്ഞിട്ട് ഇന്ത്യ അപമാനിക്കുന്നത്, മോഡി അപമാനിക്കുന്നത് കുഴപ്പമില്ല. ട്രംപിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്ത് ഇന്ത്യയുടെ എല്ലാ താല്പര്യങ്ങളെയും കീഴടങ്ങുന്നത് പ്രശ്നമല്ല. 4 യൂത്ത് കോൺഗ്രസ്സുകാർ അവിടെ ഇതിനെതിരെ പ്രതിഷേധിച്ചാൽ അത് ഇന്ത്യ അപമാനിക്കലായി. കോമൺവെൽത്തിൽ ഇത് ചെയ്തപ്പോൾ അത് ഇന്ത്യ അപമാനിക്കലല്ല. എനിക്ക് മനസ്സിലാവുന്നില്ല. എന്നിട്ട് എന്താ ചെയ്തിരിക്കുന്നത്? ആ കുട്ടികളെ കഴിഞ്ഞ 4 ദിവസമായിട്ട് 5-6 ദിവസമായിട്ട് കഴിഞ്ഞ 2-3 ദിവസമായിട്ട് അവരെ ജയിലിലടച്ച് വെള്ളവും കൊടുക്കില്ല, ഉപദ്രവിച്ചുകൊണ്ടിരിക്കുക. അവരെന്തോ ക്രിമിനൽ കുറ്റവാളികൾ, ഭീകരവാദികളെ പോലെ അകത്താക്കിയിരിക്കുകയാണ്. ഇതിന് മാത്രം എന്താണ്? അവരൊരു ഇന്നത്തെ കാലത്ത് ജെൻസിയൊക്കെ ആയിട്ടുള്ള കുട്ടികൾ, ഒരുപാട് കുട്ടികൾ അവരവരുടേതായ ഫോമിൽ ചില പ്രൊട്ടസ്റ്റൊക്കെ കാണിക്കും. ചില പറയാം സ്ഥലം തെറ്റിപ്പോയി, അതൊക്കെ പറയാൻ പറ്റും പക്വതയുള്ള ആളുകൾക്ക്. ഇപ്പോഴത്തെ യുവതലമുറ ചിന്തിക്കുമ്പോൾ ഇതാണ് വേണ്ടതെന്ന് തോന്നി ജനശ്രദ്ധ ആകർഷിക്കാൻ ഇത് ചെയ്തേക്കാൻ തോന്നിയിട്ടുണ്ടാവും. അപ്പം അതിനെ വിമർശിക്കുന്നവരായാലും ഈ കരാറിൻ്റെ കാര്യം പറയട്ടെ. പിന്നെ അവിടുത്തെ ഈ AI സമിറ്റ് തന്നെ, എൻ്റെ അമ്മോ, അതേക്കുറിച്ച് നിങ്ങളാരും പറഞ്ഞു. കഴിഞ്ഞ 6 ദിവസം എന്തായിരുന്നു ഡൽഹിയുടെ സ്ഥിതി? അവിടെ വന്നവരുടെ സ്ഥിതി എന്തായിരുന്നു? ഇന്ത്യക്ക് ഭയങ്കര അംഗീകാരമാണെന്നാണ് പറയട്ടെ.
ഇന്ത്യ എന്തെല്ലാം ഈവൻറ്റുകൾ ഇന്ത്യ നടത്തിയിട്ടുണ്ട്. കോമൺവെൽത്ത് നടത്തിയിട്ടുണ്ട്, ഏഷ്യ നടത്തിയിട്ടുണ്ട്, ഇതെല്ലാം നടത്തിയിട്ടുണ്ട് നമ്മൾ. അന്നൊക്കെ നമ്മൾ കാണിച്ച ആ ഒരു നിർവഹണ കാര്യശേഷി ഇവിടെ കണ്ടായിരുന്നോ? അപ്പോൾ അതുകൊണ്ട് പിന്നെ ഞാൻ വിമർശിക്കുന്നവരെയൊന്നും ഞാൻ തള്ളിക്കളയാക്കില്ല. അവരുടെ വിമർശനത്തെ ബഹുമാനത്തോടെ കണ്ടുകൊണ്ടാണ് പറയുന്നത്. അവരും മനസ്സിലാക്കണം ഈ വിഷയം, ആരും ഈ വിഷയത്തെ തള്ളിപ്പറയുന്നു എനിക്ക് തോന്നുന്നില്ല. ഈ വിഷയം ഗൗരവതരമായ വിഷയമാണ്. അത്തരം കുട്ടികൾ, ആ കുട്ടികൾ കൃഷിക്കാരുടെ കുടുംബത്തിൽ വരുന്ന കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഭാവിയെ ഓർത്തുണ്ടാകുന്ന സങ്കടം ഉണ്ടാവും, പ്രയാസം ഉണ്ടാവും. അതിന് ചിലപ്പോൾ കടന്നു പോയിട്ടുണ്ടെങ്കിൽ അതിന് ആ ഒരു കോസിൻ്റെ അടിസ്ഥാനത്തിൽ ക്ഷമിക്കാനാണ് എല്ലാവരും തയ്യാറാവേണ്ടത്. അല്ലാതെ അവരെ വീണ്ടും വീണ്ടും പീനലൈസ് ചെയ്ത് ശിക്ഷിച്ച് തകർക്കുകയല്ല വേണ്ടത് എന്നുള്ള കാര്യത്തിലാണ് എൻ്റെ കേസി ഒരൊറ്റ ചോദ്യം കൂടെ. ഈ പി.കെ. കുഞ്ഞാലിക്കുട്ടി രാഹുൽ ഗാന്ധിയായിട്ട് ഒറ്റയ്ക്ക് കൂടിക്കാഴ്ചയ്ക്ക് സമയം ചോദിച്ചു എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? ലീഗ് ഇന്നലെ നടത്താനുള്ള കൂടിക്കാഴ്ച അവസാനം എനിക്ക് അത് ഈ വാർത്ത ഉണ്ടാക്കുന്നു, വാർത്ത ഇല്ലാതാക്കുന്നു എല്ലാം നിങ്ങൾ തന്നെ. അല്ല, കുഞ്ഞാലിക്കുട്ടി ഇന്നലെ ഡൽഹിയിൽ വരാനിരുന്നതല്ലേ? അല്ല അത് ഡൽഹിയിൽ വരാനിരുന്ന വെച്ചാൽ അവരുടെ ഒരു പ്രോഗ്രാമുണ്ട് 28-ാം തീയതി അവിടെ. അവർ പിന്നെ പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും ആ പരിപാടി പങ്കെടുക്കണമെന്ന് ആഗ്രഹിക്കുന്നു, ഇൻവിറ്റേഷൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതിനപ്പുറം ഒന്നുമില്ല. കുഞ്ഞാലിക്കുട്ടിക്ക് എപ്പോൾ വന്നാലും കാണാം രാഹുൽ ഗാന്ധിയെ, പ്രിയങ്ക ഗാന്ധിയെ. ഒരു സംശയവും വേണ്ട, അവർ കാണുന്നതിന് സംശയമില്ല. കേരളത്തിൽ പോയാലും എല്ലാ സംശയവും കാണാറുണ്ട്.